എല്ലാവർക്കും നമസ്കാരം. സിലബസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നെറ്റിൻ്റെ പരീക്ഷ എത്താറായി. നമുക്ക് മാക്സിമം 1 മന്ത് അല്ലേ, ഇതിപ്പോൾ 25-ാം തീയതിയോളമായി. ജൂൺ 23 ആകുമ്പോഴേക്കും നമ്മുടെ പരീക്ഷ തുടങ്ങും. അപ്പോൾ എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ 1 നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് പറയുന്നത്. പേപ്പർ 1 നെറ്റ് പേപ്പർ 1-ൽ 10 യൂണിറ്റ്സ് ആണുള്ളത്. ഓക്കെ, പരീക്ഷയ്ക്ക് നമ്മൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അപ്പോൾ 100 മാർക്ക്. 10 യൂണിറ്റുകൾ പഠിക്കാൻ വേണ്ടി ഇനി മാക്സിമം നമ്മുടെ മുൻപിലുള്ളത്, നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയവരായിരിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത് മാക്സിമം ഒരു 30 ദിവസവും അതിൻ്റെ കൂടെ പേപ്പർ 2 നമ്മുടെ മെയിൻ സബ്ജക്റ്റും കൂടെ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത്. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പേപ്പർ 1-ന് നോക്കുകയാണെങ്കിൽ 10 യൂണിറ്റുകളുണ്ട്. അവ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ ICT, അതുപോലെ തന്നെ PDE, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റുകളടക്കം 10 യൂണിറ്റുകളുണ്ട്. ഈ 10 യൂണിറ്റുകളിൽ നിന്നും ചോദ്യങ്ങൾ വരും. അവർ NTI ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ യൂണിറ്റിൽ നിന്നും 5 മാർക്ക് വീതമാണ്. 5 ചോദ്യങ്ങൾ, 5 മാർക്കല്ല 5 ചോദ്യങ്ങൾ. അപ്പോൾ 10 × 5 50. ഇതിൽ ചില സമയങ്ങളിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ യൂണിറ്റുകളെ ICT-യുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്ത 30 ദിവസം കൊണ്ട് എങ്ങനെ ഇതിൽ മാക്സിമം മാർക്ക് വാങ്ങാമെന്നുള്ളതാണ്. കാരണം എൻ്റെയൊക്കെ അനുഭവത്തിൽ പേപ്പർ 2 ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പേപ്പർ 1 ഒന്നും അറിയില്ലായിരിക്കും. കാരണം അതിൽ ലോജിക്കൽ റീസണിങ് വരും, മാത്സ് വരും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ചൊക്കെ കുറച്ച് ഡ്രൈ ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമാവണം നിർബന്ധമില്ല. നമുക്കറിയുന്ന കുറച്ച് ഏരിയകളെന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ കുറച്ച് അറിയുന്നുണ്ടായിരിക്കും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് അറിയുന്നുണ്ടായിരിക്കും, ICT കുറച്ച് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ പോരാ, നിങ്ങൾ എല്ലാത്തിലും കൂടെ മാർക്ക് വാങ്ങിയാലും 15 ചോദ്യത്തിന് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ മിനിമം ഒരു 30 തൊട്ട് 40 ചോദ്യത്തിന് ഉത്തരം എഴുതി അത് മുഴുവൻ 40 ചോദ്യത്തിനും കൃത്യമായാൽ മാത്രമേ നിങ്ങളുടെ സ്കോറ് നെറ്റിൻ്റെ സ്കോറുമായിട്ട് ഒരു മാച്ചിലേക്ക് എത്തൂ. കാരണം നിങ്ങൾക്ക് എത്ര അധികം മാർക്ക് പേപ്പർ 2-ലുണ്ടെങ്കിലും പേപ്പർ 1-ൻ്റെ മാർക്ക് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കും, റൈറ്റ്? അപ്പോൾ എന്ത് ശ്രദ്ധിക്കുക, പേപ്പർ 1-ൽ മാക്സിമം മാർക്ക് വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ യൂണിറ്റുകൾ പഠിച്ചാൽ ഒരു 30 മാർക്ക് വരെ നമുക്ക് നേടാം എന്നുള്ളത് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഓക്കെ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ICT, ഹയർ എഡ്യൂക്കേഷൻ, ഈ 5 യൂണിറ്റുകൾ നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ അതുപോലെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നൊരു യൂണിറ്റും കൂടെ. എന്തുകൊണ്ട് ഇത് പഠിക്കണം, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഇതിൽ പഠിക്കാൻ തന്നിട്ടുള്ളതെല്ലാം ഡൈനാമിക് അല്ല, സ്റ്റാറ്റിക് ആണ്. വിച്ച് മീൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളെടുത്താൽ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അതൊക്കെ സ്റ്റാറ്റിക് ടോപ്പിക്കുകളാണ്. വൺസ് നിങ്ങളിത് പഠിച്ചാൽ അതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രമേ വരികയുള്ളൂ. ICT ഡയറക്റ്റ് ചോദ്യങ്ങളാണെങ്കിലും സ്റ്റാറ്റിക് മാത്രമല്ല അവിടെ ചോദിക്കുന്നത്, ഡൈനാമിക്, കറണ്ട് അഫെയറുമായിട്ടുള്ള ബന്ധങ്ങൾ അത് കുറച്ച് ചോദിക്കും. അതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ബുദ്ധിമുട്ടാണെന്നറിയാം, എനിക്കും ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്, പക്ഷേ സ്റ്റാറ്റിക് ആണ്. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിക് ആണെങ്കിൽ പോലും അതിൽ ഡൈനാമിക് ആയിട്ടുള്ളത് വരും. അപ്പോൾ ചില ഭാഗങ്ങൾ ഇതിലെല്ലാത്തിലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പക്കാ സ്റ്റാറ്റിക് ആണ്, അതിൽ കുറച്ച് സോഫ്റ്റ്വെയർസിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഡൈനാമിക് ആയിട്ട് വരുള്ളൂ. അതുപോലെ കറണ്ട് അഫെയർസും വരും. അതിലുപരിയായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഒരു പരിധി വരെ, അതുപോലെ ഈ കോംപ്രിഹെൻഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ സ്റ്റാറ്റിക് ആണ്. നിങ്ങൾ 1 ടൈം ഇത് സെറ്റിൽ ചെയ്താൽ അല്ലെങ്കിൽ മഗ്ഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇതിൽ ബാക്കിയുള്ളതിൽ ഉപരി ഇപ്പോൾ PDE, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിറ്റ് എടുത്താൽ അതിൽ സ്റ്റാറ്റിക് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കറണ്ട് അഫെയർസ് ചോദിക്കും. അതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ലോജിക്കലും കുറച്ച് ടഫായിരിക്കും ചില ആൾക്കാർക്ക്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അതിൻ്റെ കൂടെ തന്നെ വരും. ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഡൈനാമിക്കായിട്ട് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അതുപോലെ ഗവൺമെൻറ് സ്കീംസ് എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരു 5-6 യൂണിറ്റ് മിനിമം അടുത്ത 30 ദിവസം, മാക്സിമം 30 എന്ന് പറയാൻ പറ്റുള്ളൂ, അത്രയും ദിവസത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും? ഒരു 20 മുതൽ 25 വരെ മിനിമം മാർക്ക് നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിക് ടോപ്പിക്കുകളിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും.
പക്ഷേ അതേസമയം നിങ്ങളുടെ പേപ്പർ 2-നും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നൽകണം. കാരണം 2 എല്ലാം അറിയാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഈ പ്രാവശ്യം 2 ആയിരിക്കും ഏറ്റവും ടഫായിട്ട് വരിക. നമുക്ക് പറയാൻ പറ്റില്ല ഇനി NTA-യുടെ സ്ട്രാറ്റജി എന്താണ്. കാരണം ഇപ്പോൾ നീറ്റ് പരീക്ഷയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് എങ്ങനെ ഇവരെ ഇടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പേപ്പർ 1-ൻ്റെ സ്ട്രാറ്റജി നമുക്ക് ഇത് പ്രധാനമായിട്ട് നോക്കാം. ഇനി ഒരഭിപ്രായം കൂടി നെറ്റ് പേപ്പർ 1-നുമായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നെറ്റ് പേപ്പർ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ പേപ്പർ 1 നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഐഡിയ, ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ PYQ സെഷൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട് എന്നെ പോലെയുള്ള, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ് തരും. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹിന്ദി ചാനൽസ് ആയിരിക്കാം, മലയാളത്തിലധികം പേപ്പർ 1 ഇല്ല. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഒരു വീഡിയോ, PDU ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. PYQ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മനസ്സിലാവും. ഇഷ്ടംപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒറ്റ PYQ സെഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊരിക്കലും PYQ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നെറ്റിന് പഠിക്കാനിരിക്കരുത്. നിങ്ങൾക്ക് എത്ര ട്രോൾസ് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ എത്ര റീൽസ് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അത്ര ആൾക്കാർ ഇടുന്ന ഒരു വീഡിയോ ആണ് PYQ പഠിച്ചുകൊണ്ട് നെറ്റ് പേപ്പർ 1-ൽ പോകണം എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് PYQ? ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ സ്റ്റാറ്റിക് ടോപ്പിക്കുകളിൽ നിന്നാണ് വരിക. മാറാത്ത കുറേ ഏരിയ NTA നെറ്റ് പേപ്പർ 1 ടോപ്പിക്കിൽ ഉണ്ട്. അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് തിരിഞ്ഞ് ചോദ്യങ്ങൾ വരും. അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പിക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ PYQs നോക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസും കൂടെ അതിൽ നിന്ന് കിട്ടും. യൂണിറ്റ് കംപ്ലീറ്റ് ആവില്ല, പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്ക് PYQs നോക്കുന്നതും കൂടെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ യൂണിറ്റ് പഠിക്കുന്നതിൻ്റെ ഒപ്പം, ഓരോ യൂണിറ്റ് ചർച്ച ചെയ്ത് പോകുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ അതിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അറ്റ്ലീസ്റ്റ് ഹിന്ദി ചാനൽസിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. PYQ നന്നായിട്ട് അവർ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ JRF അഡ്ഡ എന്ന് പറയുന്ന ചാനലുകളൊക്കെ ഉണ്ട്, ഫിസിക്സ് വാലയുടെ ഉണ്ട്. ഇതിലൊക്കെ ഇഷ്ടം പോലെ PYQs നിങ്ങൾക്ക് കിട്ടും. നിർബന്ധമായിട്ട് അത് പഠിക്കണം. ആ സ്റ്റാറ്റിക് ഡാറ്റയെങ്കിലും നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. കാരണം പേപ്പർ 1 നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്നായി പഠിക്കുക. പേപ്പർ 1 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നന്നായിട്ട് തന്നെ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.